നമസ്കാരം. SSLC പരീക്ഷ മാർച്ച് 2025 ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ വാല്യുവേഷൻ പ്രവർത്തികൾ പൂർത്തിയാകുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞു. ഏപ്രിൽ 11 ഒരു ഘട്ടം അവസാനിച്ചു. 56% പേപ്പറുകൾ ഉത്തരക്കടലാസുകൾ നോക്കിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇനി 44% പേപ്പറുകൾ കൂടി മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ. ഈ കേരളത്തിലെ വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ള ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരണം അടുത്ത വീഡിയോകളിൽ പ്രതീക്ഷിക്കാം. വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 56 ഞാൻ പറഞ്ഞു 56% പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞു എന്ന്. ഒരു വിഷയം നോക്കിയതിന് ശേഷമല്ല മറ്റൊരു വിഷയം നോക്കുന്നത്. കേരളത്തിലെ 70 സെന്ററുകളാണ്, 70 സ്കൂളുകളിൽ വെച്ചിട്ടാണ് ഈ പേപ്പറുകൾ നോക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഒരേ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സെന്ററിൽ 2-3 വിഷയങ്ങൾ മാത്രമേ വാല്യുവേഷൻ നടത്തുന്നുള്ളൂ. വേറെ 3 വിഷയങ്ങൾ വേറൊരു സെന്ററിലായിരിക്കും. അപ്പൊ ഒരു വിഷയം തന്നെ കേരളത്തിലെ 7-8 സെന്ററുകളിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയം എടുത്താൽ ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം തന്നെ കേരളത്തിലെ 8ഓളം സെന്ററുകളിൽ നോക്കുന്നുണ്ട്. വിവിധ സോണുകളിലായിട്ട് വിവിധ ജില്ലകളിലെ പേപ്പറുകൾ 8ഓളം സെന്ററുകളിൽ നോക്കുന്നുണ്ട്. ഈ പരീക്ഷ നോക്കുമ്പോഴുള്ള വിവരണം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ദിവസം രാവിലെ 9:30 മുതൽ 12:30 വരെയും 1:30 മുതൽ 4:30 വരെയും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഒരു ദിവസം പേപ്പർ നോക്കുന്നത്. രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ, അങ്ങനെയാണ്. അതില് ഉത്തരക്കടലാസുകൾ കെട്ടുകളിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ കവറുകളിലാക്കിയോ, നേരത്തെ കവറുകൾ സ്കൂളിൽ നിന്ന് തന്നെ കവറുകളിലാക്കിയിട്ടാണ് ഈ സെന്ററിലേക്ക് വരുന്നത്. ആ കവറ് അങ്ങനെ തന്നെ ടീച്ചേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം 3 വിഷയങ്ങൾ, വലിയ 3 വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷ്, മാത്സ്, SS എന്നീ 3 വിഷയങ്ങളുടെ ഓരോ കവറിലും 12 പേപ്പർ വീതമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ അവര് രാവിലെ ഒരു കെട്ട് ഈ വലിയ വിഷയങ്ങളുടെ ഒരു കവർ അല്ലെങ്കിൽ ഒരു കെട്ട് എന്ന് പറയുന്നത് 12 പേപ്പറാണ്. രാവിലെ ഒരു കെട്ട് നോക്കണം, അല്ലെങ്കിൽ 12 പേപ്പർ നോക്കണം. ഉച്ചയ്ക്ക് ശേഷവും അവര് 12 പേപ്പർ നോക്കണം. അപ്പോൾ ഒരു ദിവസം ഈ വിഷയങ്ങളുടെ ടീച്ചേഴ്സ്, അതായത് ഇംഗ്ലീഷ്, മാത്സ്, SS എന്നീ വിഷയങ്ങളുടെ അധ്യാപകര് ഒരു ദിവസം 24 പേപ്പറാണ് നോക്കേണ്ടത്. എന്നാൽ ബാക്കിയുള്ള 6 വിഷയങ്ങൾ, 7 വിഷയത്തിൽ ഒരു വിഷയം IT ആണ്, അതില്ല, അത് കഴിഞ്ഞ് എഴുത്തു പരീക്ഷ ഇല്ല, അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലും CE മാത്രമേ ഏതിനുള്ളൂ, ITക്കുള്ളൂ. ബാക്കി 6 വിഷയങ്ങളെ നമ്മൾ ചെറിയ വിഷയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ. 40 എഴുത്തു പരീക്ഷയ്ക്ക് 40 മാർക്ക് മാത്രമുള്ള പേപ്പറുകൾ. അതില് മലയാളം സെക്കൻഡ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 6 പേപ്പറുകൾ 40 മാർക്ക് വീതമുള്ള പേപ്പറുകളാണ്. ഈ വിഷയങ്ങളിലെ ഒരു കെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കവർ എന്ന് പറയുന്നത് 18 പേപ്പറാണ്. ഈ 18 പേപ്പർ ഒരു അധ്യാപകൻ, ബന്ധപ്പെട്ട വിഷയത്തിന്റെ അധ്യാപകൻ, ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇത് നോക്കുന്നത്. ആ ബന്ധപ്പെട്ട വിഷയത്തിന്റെ അധ്യാപകൻ രാവിലെ 18 പേപ്പർ നോക്കണം, ഉച്ചയ്ക്ക് ശേഷവും 18 പേപ്പർ നോക്കണം. അങ്ങനെ ആകെ ഒരു ദിവസം 36 പേപ്പറാണ് അവര് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ നോക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് റൂമിൽ ഒരു ചീഫ്
10 മറ്റ് അധ്യാപകരും ഇരുന്ന ഒരു കൂട്ടമാണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്, ഒരു വാല്യുവേഷൻ റൂം എന്ന് പറയുന്നത്. 10 അധ്യാപകർക്ക് ഒരു ചീഫ്. 10 അധ്യാപകരാണ് പേപ്പർ നോക്കുന്നത് ഒരു റൂമിൽ. അതിനൊരു ചീഫ് ഉണ്ടാവും. ആ ചീഫ് എന്ന് പറയുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അധ്യാപകര് ഇത്തരത്തിൽ നോക്കുന്ന പേപ്പറുകൾ, രാവിലെ നോക്കുന്ന പേപ്പറുകളുടെ 20% പേപ്പർ ഓരോ അധ്യാപകന്റെയും 20%. അപ്പൊ ഒരു റൂമില് 120 വലിയ വിഷയങ്ങളാണെങ്കിൽ രാവിലെ 120 പേപ്പർ ആയിരിക്കും നോക്കുക ഒരു റൂമില്. 12 ഗുണിക്കണം 10. ആ 120ന്റെ 20% പേപ്പർ ഈ ചീഫ് എന്ന് പറയുന്ന അധ്യാപകൻ വീണ്ടും നോക്കണം. അപ്പൊ എത്ര പേപ്പറാ ചീഫ് നോക്കേണ്ടത്? 20%, 120ന്റെ 20% എന്ന് പറയുന്നത് 24 പേപ്പറാണ്. 24 പേപ്പർ ഈ ചീഫ് വീണ്ടും വാല്യൂ ചെയ്യണം. റീവാല്യൂ ചെയ്യുക എന്ന് പറയും. ചീഫ് റീവാല്യൂ ചെയ്യും. അങ്ങനെ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ 1-2 മാർക്കിന്റെ വ്യത്യാസം എവിടെയെങ്കിലും ഇട്ടതിലോ കൊടുത്തതിലോ കൂടിപ്പോയൊക്കെ ഉണ്ടെങ്കിൽ ആ നോക്കിയ അധ്യാപകനുമായിട്ട് ചീഫ് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലം അവിടെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിരിക്കും, എവിടെയെങ്കിലും കുറയ്ക്കാനുണ്ടെങ്കിൽ കുറച്ചിരിക്കും. ആ രീതിയിൽ അവിടെ തന്നെ ആ വിഷയങ്ങൾ തീർക്കാറാണ് പതിവ്. അപ്പൊ അതിനുശേഷം അത്തരത്തിലാണ് മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നത്. രാവിലെ ചെറിയ വിഷയങ്ങളുടെ പേപ്പറുകളാണെങ്കിൽ രാവിലെ 180 പേപ്പർ നോക്കണം, ഉച്ചയ്ക്ക് ശേഷവും 180 പേപ്പർ നോക്കണം. അപ്പൊ രാവിലെ 180 പേപ്പർ നോക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ 20% ആ റൂമിലെ ചീഫ് വീണ്ടും നോക്കണം. അതായത് 180ന്റെ 20 എന്ന് പറയുന്നത് 36 പേപ്പർ. അപ്പൊ ചീഫ് റീവാല്യൂ ചെയ്യും. അപ്പോ 20% കുട്ടികളുടെ പേപ്പറുകൾ റാൻഡമായിട്ട് അല്ലെ ഇടയ്ക്കുന്ന പേപ്പറുകൾ എടുക്കുക, ഇഷ്ടമുള്ള പേപ്പർ, അല്ലാണ്ട് ക്രമ നമ്പർ വെച്ചിട്ടല്ല. പേപ്പറുകൾ ഈ ചീഫ് എന്ന് പറയുന്ന ചീഫ് അധ്യാപകൻ റീവാല്യൂ ചെയ്യും, വീണ്ടും മൂല്യനിർണ്ണയം നടത്തും. അപ്പൊ 2 തവണ 20% പേപ്പറുകൾ 2 തവണ നോക്കുന്നുണ്ട് എന്ന് അർത്ഥം. ആ പേപ്പറിന്റെ ഉത്തര പേപ്പറിന്റെ മുകളിൽ റീവാല്യൂഡ് എന്ന് ആ ചീഫ് ചീഫ് എഴുതുകയും ഒപ്പിടുകയും ചെയ്യും പേപ്പറിന്റെ മുകളിൽ. ഇപ്പൊ വാല്യൂഡും ഉണ്ട്, റീവാല്യൂഡും ഉണ്ട്. മുഴുവൻ പേപ്പർ റീവാല്യൂ ചെയ്യാൻ കഴിയില്ല. എന്തിനാ റീവാല്യുവേഷൻ എന്ന് വെച്ചാല് ഏതെങ്കിലും തരത്തില് വാല്യുവേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അധ്യാപകർ നോക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ വീഴ്ചകളോ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഈ റീവാല്യുവേഷൻ ചീഫ് നടത്തുന്നത്. ഞാനിത് വെറുതെ ഒരു അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനു മുന്നേ വാല്യുവേഷൻ എങ്ങനെ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച വീഡിയോയിൽ ഈ വിവരങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു അടുത്ത സ്പെല്ല് 2 ഘട്ടങ്ങളിലായിട്ടാണ് വാല്യുവേഷൻ ആരംഭിക്കുന്നത്. ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 6 ദിവസം കൂടിയേ നോക്കാൻ ബാക്കിയുള്ളൂ. അത് ഏപ്രിൽ 21 ആരംഭിക്കും. ഏപ്രിൽ 21 ആരംഭിച്ച് ഏപ്രിൽ 26 അവസാനിക്കും. അതാണ് ഇനിയുള്ള ദിവസങ്ങള് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും കേരളത്തിലെ 70 സെന്ററുകളിലും റെഡി ആയി കഴിഞ്ഞു. അടുത്ത സ്പെൽ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. 6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ 6 ദിവസങ്ങളിൽ എല്ലാം കറക്റ്റ് 2 കെട്ട് വീതം നോക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. അതായത് ചില സന്ദർഭത്തിൽ നമ്മൾ ലൂസ് കെട്ടുകൾ എന്ന് പറയുന്ന ഒന്നുണ്ട് ഇതിനകത്ത്. ലൂസ് കെട്ട് എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിൽ അവസാനം വരുന്ന പേപ്പറുകൾ 12 18 ആയിരിക്കില്ല, ചില്ലറയായിരിക്കും. ആ ചില്ലറ ചിലപ്പോൾ 3 ആവാം, 5 ആവാം, 7 ആവാം, 1 ആവാം. അത് ലൂസ് കെട്ട് എന്ന് പറയും. അതെല്ലാം നോക്കി എല്ലാ സെന്ററുകളിലും നോക്കിക്കഴിഞ്ഞു. ഈ വാല്യുവേഷൻ ഒരു സ്പെല്ലിൽ ഉച്ചയ്ക്ക് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയതിന് ശേഷം ചീഫ് റീവാല്യൂ ചെയ്തതിന് ശേഷം നമുക്കൊരു മാർക്ക് ലിസ്റ്റ് തരും. ആ മാർക്ക് ലിസ്റ്റിൽ ഈ 12 പേപ്പറിന്റെ അല്ലെ 18 പേപ്പറിന്റെ മാർക്കുകൾ, രജിസ്റ്റർ നമ്പറുകളും മാർക്കും എഴുതണം. അതിനാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ചീഫ് ഈ മാർക്കുകൾ ചെക്ക് ചെയ്ത് ആണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? അത് IT റൂം, അതായത് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനിലേക്ക് പോവാണ്. അതേ സെന്ററിൽ തന്നെയാണ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനും പ്രവർത്തിക്കുന്നത്. അന്ന് നോക്കുന്ന പേപ്പർ അതിന്റെ മാർക്കുകൾ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പൊ എല്ലാ എക്സ്ട്രാ പിന്നെ ചില സെന്ററുകളിൽ അധികം പേപ്പർ ഉണ്ടാവും. ആ അധികം പേപ്പർ നേരത്തെ നോക്കാൻ കൊടുക്കും. പിന്നെ ലൂസ് പേപ്പറുകൾ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നോക്കിയ പറഞ്ഞു ഇനി 6 ദിവസമുള്ളൂ. ഇതുവരെ നോക്കിക്കഴിഞ്ഞ എല്ലാ മൂല്യനിർണ്ണയം നടത്തിയ എല്ലാ ഉത്തരക്കടലാസുകളുടെയും മാർക്കുകൾ പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വർക്കുകളൊന്നും ബാക്കിയില്ല. ഏപ്രിൽ 26-നാണ് വാല്യുവേഷൻ അവസാനിക്കുന്നത്. മൂല്യനിർണ്ണയം അവസാനിക്കുന്നത് ഏപ്രിൽ 26-നാണ്. ഏപ്രിൽ 26-ന് മൂല്യനിർണ്ണയം അന്ന് സാധാരണഗതിയിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ലേശം നേരത്തെ തുടങ്ങും. ലേശം നേരത്തെ തുടങ്ങിയിട്ട് അന്നും 2 കെട്ടുള്ള സ്കൂൾ ഉണ്ടാവും, ചിലപ്പോൾ 1 കെട്ട് മാത്രമുള്ള സ്കൂളുകളും ഉണ്ടാവും. ആ 1 കെട്ടായാലും 2 കെട്ടായാലും ഇത്തിരി നേരത്തെ തീർക്കും, തുടർച്ചയായി കൊടുത്ത് ഏകദേശം ആദ്യത്തതിന് 2 കെട്ടുകളും ഒരു 3 മണിയോടുകൂടി നേരത്തെ തീർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അന്ന് തന്നെ ഇതിന്റെ മാർക്കുകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 3 മണിയോടുകൂടി തീർത്താൽ ഈ സെന്ററുകളിൽ നിന്ന് എല്ലാ പരീക്ഷകളുടെ എല്ലാ മാർക്ക് ലിസ്റ്റുകളും ഒരു 6 മണിയോടുകൂടി അപ്ലോഡ് ചെയ്ത് തീരും. അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി വാല്യുവേഷൻ സെന്ററിലെ ആദ്യത്തെ പ്രക്രിയ അവസാനിക്കുകയാണ്. ഇപ്പൊ 26-ാം തീയതി വാല്യുവേഷൻ തീരും എന്ന് പറഞ്ഞാൽ 26-ാം തീയതി വൈകുന്നേരം 6 മണി ആവുമ്പോഴേക്ക് പരീക്ഷാഭവന്റെ കയ്യില് ഈ കേരളത്തിലെ എല്ലാ SSLC കുട്ടികളുടെയും മാർക്കുകൾ എത്തിക്കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കാം സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ വിശദമായി പറഞ്ഞത്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ഒന്നും പറയുന്നില്ല. ഞാൻ ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാമ്പ് ഓഫീസർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ പ്രോസസ്സ് 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. പിന്നീട് നമ്മൾ പരീക്ഷാഭവനിലെ സെന്ററുകളിൽ മറ്റു ജോലികളൊന്നുമില്ല. പരീക്ഷാഭവനിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പരീക്ഷാഭവനിൽ ഏതെങ്കിലും ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്യാനുണ്ടാവും. കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് 1 ലക്ഷത്തിന് മേലെ തന്നെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുകൾ കൊടുക്കാനുണ്ടാവും. ആ ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം പരീക്ഷാ ബോർഡ് ചേരേണ്ടതുണ്ട്. റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. വല്ല മോഡറേഷനും കൊടുക്കണമെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ മോഡറേഷൻ കൊടുക്കാറുണ്ട്. അതായത് ഗ്രേഡുകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു പോയാൽ 1-2 മാർക്കൊക്കെ മോഡറേഷൻ കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാ കാലത്തും ഇല്ല, ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തീരുമാനിച്ച് റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കണം എന്ന് തീരുമാനിക്കുന്നത് പരീക്ഷാ ബോർഡാണ്. ആ ബോർഡിന് മുന്നേ എനിക്കും വേറൊരാൾക്കും ഒരു യൂട്യൂബേഴ്സിനും ഈ പരീക്ഷാ ഫലം എന്ന് വരുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല. ഏകദേശം പറയാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. SSLC പരീക്ഷകളെ വാല്യുവേഷനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനലിൽ ഞാൻ +1 അഡ്മിഷൻ തീരുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതിനാൽ കഴിയുന്നവര് നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ഞാനൊന്നും വെറുതെ പറയുന്നതല്ല, എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.